ഇപ്പോൾ നമ്മോട് കൂടിയായിരിക്കുന്നത് ഡൽഹി പ്രൊവിൻസിലെ വിൻസെൻഷൻ സഭയിലെ ഡൽഹി പ്രൊവിൻസിലെ പ്രൊവിൻഷ്യലായിരിക്കുന്ന ബോബി അച്ഛനാണ്. വളരെ കരിസ്മാറ്റിക് മേഖലയിൽ വളരെ സാന്നിധ്യം കാണിക്കുന്ന ഒരച്ഛനാണ്. അതുപോലെ തന്നെ പല സ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് NST നാഷണൽ സർവീസ് ടീമിൽ അംഗമായിരുന്നു. അതുപോലെ തന്നെ ഓഷ്യാനിക് മേഖലയിലും തൻ്റെ സർവീസ് മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നോർത്ത് ഈസ്റ്റിൽ ഇന്ത്യൻ നോർത്ത് ഈസ്റ്റ് ആസാം പോലെയുള്ള നോർത്ത് ഈസ്റ്റ് മേഖലകളിലും തൻ്റെ സർവീസ് ആയിരുന്നു. ഇപ്പോൾ ഡൽഹിയിൽ പ്രൊവിൻഷ്യലായിട്ട് ഡൽഹി പ്രൊവിൻസിൻ്റെ വിൻസെൻഷൻ സഭയുടെ ഡൽഹി പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ട് മേഖലയിൽ തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛാ, എന്തുകൊണ്ടാണ് ഇപ്പോൾ 50-ാം വാർഷികത്തിൻ്റെ ഈ ഒരു ദിനത്തിൽ ഡിവൈനിലേക്ക് വരാനുണ്ടായ കാരണം? രണ്ടാമത്തൊരു ചോദ്യം, എന്താണ് പ്രധാനമായിട്ടും ഈ ഒരു 50-ാം വാർഷികത്തിൽ കരിസ്മാറ്റിക് നവീകരണ വർഷത്തിൻ്റെ 50-ാം വാർഷികത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കുന്നു? ആദ്യമേ തന്നെ പ്രൈസ് ദ ലോർഡ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 50-ാം ജൂബിലിയുടെ നിറവ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് ഇന്ന് കഷ്ടപ്പെട്ട് ഇത്രയിടം എത്തണം എന്നാഗ്രഹിച്ച് വന്നത്. കാരണം ഞാനിപ്പോൾ എന്തായിരിക്കുന്നുവോ, ഏതെല്ലാം ശുശ്രൂഷകളിലൂടെ കർത്താവ് കൊണ്ടുപോകുന്നു, ലോകത്തിൽ പല സ്ഥലങ്ങളിൽ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ 25 വർഷങ്ങളിൽ വൈദികനായിട്ട്. അപ്പോൾ അതിനെല്ലാം അടിസ്ഥാനപരമായി ഞാൻ കാണുന്നത് ഈ കേരളത്തിലെ കരിസ്മാറ്റിക് റിന്യൂവൽ ആണ്. കാരണം കുടുംബത്തിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഈ ഒരു നവീകരണം കുടുംബത്തിൽ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ വിളിയും ശുശ്രൂഷകളും എല്ലാം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വന്ന് 2 വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് സാധിച്ചു. കഴിഞ്ഞ 24 വർഷമായിട്ട് ഞാനൊരു പുരോഹിതനാണ്. നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലുമായിരുന്നു ഇതുവരെയും ശുശ്രൂഷകൾ. ധ്യാന മേഖലയിലാണ്. പല സ്ഥലത്തും ധ്യാന കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് ദൈവം നമ്മളെ സഹായിച്ചു. വിൻസെൻഷൻ സഭയുടെ ഡിവൈൻ ശുശ്രൂഷകൾ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ, അതുപോലെ നോർത്ത് ഈസ്റ്റിൽ മണിപ്പൂരിൽ വളരെ പ്രധാനപ്പെട്ട 2 ധ്യാന കേന്ദ്രങ്ങൾ ഉയർത്താൻ ദൈവം കഴിഞ്ഞ 6 വർഷങ്ങളിൽ നമ്മളെ സഹായിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷങ്ങളിൽ പ്രതിസന്ധികളുടെ നടുക്കൂടെ കടന്നു പോകുമ്പോൾ ഏറെ പേർക്ക് നമുക്ക് സാന്ത്വനമാകാൻ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളെ ദൈവം ഉയർത്തി തന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് നോർത്ത് ഈസ്റ്റിലെ തന്നെ 2 സ്ഥലങ്ങളിൽ 24 hours നോൺ സ്റ്റോപ്പ് അഡറേഷൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് നടക്കുന്നു. അതിനെല്ലാം ദൈവം നമ്മളെ ഉപയോഗിച്ചു. മധ്യസ്ഥ പ്രാർത്ഥന ദേശത്തിന് വേണ്ടി. അങ്ങനെ പ്രതിസന്ധികളുടെ നടുക്കാണ് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് സ്വീകാര്യമായ അല്ലെങ്കിൽ വചന പ്രഘോഷണത്തിന് ചേർന്ന അനുകൂലമായ ഘടകങ്ങളല്ല പൊളിറ്റിക്കലായിട്ട്, രാഷ്ട്രീയപരമായിട്ടും അതുപോലെ സമുദായപരമായിട്ടും ഒക്കെ അവിടെ ഉള്ളത്. പക്ഷേ അതിൻ്റെ നടുക്ക് ദൈവം നമുക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരങ്ങൾ, വഴികൾ തുറന്നു തരുന്നുണ്ട്. വിൻസെൻഷൻ സഭയ്ക്ക് പ്രത്യേകിച്ച് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അനേകം പേരുമായിട്ട് നമുക്കങ്ങനെ ശുശ്രൂഷകൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ വലിയ ഒരു സമയം, അതായത് പ്രത്യേകിച്ച് 50 വർഷങ്ങൾ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ, എൻ്റെ ജീവിതത്തിൽ തന്നെ കർത്താവ് ഇത്രയും കഴിഞ്ഞു. ഇതുപോലെ എത്രയോ ആയിരം ആളുകൾ, അവർ വഴി എത്രയോ ആയിരം ആളുകളുടെ ജീവിതത്തിലേക്ക് ഈ നവീകരണം ഒഴുകിയെത്തുന്നു. അതുകൊണ്ടാണ് ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നദിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൃപയുടെ വലിയൊരു പ്രവാഹം. അതിനെ അവർ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി ഒരു 50 വർഷം നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം ഈ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ മുന്നോട്ടുള്ള ചുവടുവെപ്പ്? എങ്ങനെയായിരിക്കാം അതിൻ്റെ പുതിയ മേഖലകൾ എങ്ങനെയായിരിക്കാം വഴി തുറക്കുന്നത്? അതിനെ ഞാൻ നോക്കിക്കാണുന്നത്, ഈ നവീകരണം നമ്മളെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചു. ഇനിയുള്ള സമയം കുരിശ് വരയുടേതല്ല, കുരിശ് വഹിക്കാനുള്ള സമയമാണ്. ഇനി പീഡനത്തിൻ്റെയും പ്രതിസന്ധികളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും സമയമാണ്. അപ്പോൾ നിരാശപ്പെടാൻ ഒട്ടുമില്ല. കാരണം അന്ത്യകാല സമയത്തിൻ്റെ ഒരു വലിയ അടയാളമാണ് ഈ നവീകരണം തന്നെ. കാരണം അവസാന നാളുകളിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ എല്ലാവരിലേക്കും ഒഴുക്കും എന്ന വചനമാണല്ലോ ജോയൽ പ്രവാചകനിലൂടെ ദൈവം നൽകി. അപ്പോൾ അവസാന നാളുകളുടെ ഒരു അന്ത്യകാലത്തിൻ്റെ സൂചനകളുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇനി പീഡനങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള സമയത്ത് അത്ഭുതങ്ങൾ തേടിപ്പോവുകയല്ല, മറിച്ച് നമ്മളെ ഈ നവീകരണം പ്രാപ്തരാക്കേണ്ടത് അത്ഭുതങ്ങൾ കാണാത്ത സമയത്ത്, അടയാളങ്ങളില്ലാത്ത സമയത്ത് സാക്ഷ്യത്തിൻ്റെ വചനം കൊടുക്കുക. രോഗം മാറി എന്നുള്ള സാക്ഷ്യമല്ല, മറിച്ച് മരണത്തെ എനിക്ക് ഭയമില്ല,
കാരണം മരിച്ചവരിൽ നിന്ന് ഉത്ഥിതൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ലോകത്തിന് കൊടുക്കുക. അപ്പോൾ മരണത്തെ അവൻ പരാജയപ്പെടുത്തി. കാരണം ഈശോ അതിനെക്കുറിച്ച് പറയുന്നത് യോഹന്നാൻ്റെ 16-ാം അധ്യായത്തിൽ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ദ വേൾഡ് വിൽ മേക്ക് യു സഫർ എന്നാണ്. ബട്ട് ബി ഓഫ് ഗുഡ് ചിയർ, അങ്ങനെയാണ് RSV ബൈബിളിൽ ബി ഓഫ് ഗുഡ് ചിയർ. അപ്പോൾ പ്രതിസന്ധികളുടെ നടുക്ക് സന്തോഷിക്കാൻ പറ്റുക. അപ്പോൾ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് സാക്ഷികളാകേണ്ടത് ജീവിത പ്രതിസന്ധികളുടെ നടുക്ക് സഹനങ്ങളെ സ്നേഹപൂർവ്വം എടുത്ത് ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുക, അനേകരെ രക്ഷിക്കുക. കാരണം പാപത്തിൻ്റെ ഒഴുക്ക് അതിഭീകരമായ അതിഭയാനകമായ ഒരു സ്പീഡ് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വിശുദ്ധിയുടെ ഒഴുക്കും വർദ്ധിപ്പിക്കണം. അതിന് ഏറ്റവും വേണ്ടത് സഹന സ്നേഹപൂർവ്വം എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഓർമ്മപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അഗസ്തീനോസ് പറഞ്ഞൊരു കാര്യമാണ്. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താൻ വന്നത് തന്നെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ ഈ നവീകരണത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് നീ എത്ര നന്മ ചെയ്തു എന്നതിലല്ല. അഗസ്തീനോസ് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത നീ എത്ര നന്മ ചെയ്തു എന്നതിലല്ല, മറിച്ച് നീ എത്ര തിന്മ സഹിച്ചു എന്നതിലാണ്. അപ്പോൾ പീഡനത്തിൽ ഉറച്ചു നിൽക്കുക. അതുകൊണ്ടാണ് റെവലേഷൻ, അതായത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവർ പിശാചിൻ്റെ മേൽ വിജയം നേടി. സാക്ഷ്യത്തിൻ്റെ വചനമാണ് ഇനി വേണ്ടത്. ആ സാക്ഷ്യത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ജീവൻ നൽകാൻ പോലും അവർ തയ്യാറായി. അതായത് രക്തസാക്ഷിത്വത്തിൻ്റെ വിളിയാണ്. ഇനിയുള്ളത് വളർച്ച രക്തസാക്ഷിത്വമാണ്. ആ രക്തസാക്ഷിത്വം നേരിട്ടിങ്ങനെ ബ്ലഡ് ചിന്തുന്ന രക്തസാക്ഷിത്വം ആയിരിക്കില്ല. ഡ്രൈ മാർട്ടിഡ് എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ട്. അതായത് സഹനം, ഓരോ ദിവസത്തെയും സഹനങ്ങൾ സ്നേഹത്തോടെ എടുക്കാൻ പറ്റും. അതാണ് ഡ്രൈ മാർട്ടിഡ്. ഓരോ ദിവസവും ഒരു സ്ലോ ഡെത്താണത്. അപ്പം പീഡനങ്ങളുണ്ടാകും, രാഷ്ട്രീയപരമായിട്ട് ഒത്തിരി പീഡനങ്ങൾ വരും, ഞെരുക്കങ്ങളുണ്ടാകും. അതുപോലെ സൊസൈറ്റിയിൽ തന്നെ അങ്ങനെയാണല്ലോ, ട്രൈബ് അല്ലെങ്കിൽ ദേശത്തിനെതിരായിട്ട് വരുന്ന സമയം, ഫാമിലിക്കെതിരായിട്ട്, മതത്തിനെതിരായിട്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് സ്നേഹത്തോടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ പറ്റുക. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി. എല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് ഉപയോഗിക്കും. അതാണ് ദൈവഹിതപ്രകാരം ഏറ്റെടുക്കുന്ന ദുഃഖമെല്ലാം രക്ഷാകരമാകും എന്ന ബോധ്യമാണ് പൗലോസ്ലീഹ വഴി പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഞാനെപ്പോഴും ഇനി നമ്മുടെ ആളുകളെ പഠിപ്പിക്കുന്നത് എപ്പോഴും ഇതാണ്: രക്തസാക്ഷിത്വത്തിനുള്ള വിളി, യേശുവിനോട് ചേർന്ന് കുരിശെടുക്കുക. അല്ലാതെ കുരിശൊഴിവാക്കുന്നതിനെക്കുറിച്ചും രോഗം മാറുന്നതിനെക്കുറിച്ചും ജോലി കിട്ടുന്നതിനെക്കുറിച്ചും ഇനി മക്കളുടെ പഠനത്തെക്കുറിച്ചും ആ വേവലാതിയൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ ആദ്യം വിശ്വാസത്തിന് വളർച്ചയ്ക്ക് വേണ്ട ഒതുങ്ങുന്ന സാധനങ്ങളാണ്. ഇനി 50 വർഷം കഴിഞ്ഞു. ഇനി വേണ്ടത് ഇനിയുള്ളത് ദൈവികമായ ഉയർന്ന ചിന്താഗതി. അതെന്താണെന്ന് ചോദിച്ചാൽ സഹനങ്ങൾ സ്നേഹപൂർവ്വം എടുക്കുക, അത്ഭുതം കാണാത്ത സമയത്ത് അവനെ പ്രകീർത്തിക്കാൻ പറ്റുക. അതാണ് കാര്യം. അപ്പോൾ കുരിശ് വരയ്ക്കുന്നവർ മാത്രമാകാതെ കുരിശ് വഹിക്കുന്നവരായി നമ്മൾ മാറണം. ഇതാണ് സാക്ഷ്യത്തിൻ്റെ വചനം. കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് അവൻ നൽകിയിട്ടുണ്ട്. ഈ സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ട് പിശാചിനെ നമ്മൾ പൂർണ്ണമായി പരാജയപ്പെടുത്തും. ഇന്ത്യയിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ, രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോഴും അല്ലാതെ ഓരോ മതങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴും വളരെയധികം ഞെരുക്കമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആരിലും രക്ഷയില്ല, യേശു ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ എന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇനിയൊരു ഇന്ത്യയിലെ നമ്മുടെ ഭാരതത്തിലെ ശുശ്രൂഷകൾ, സുവിശേഷവൽക്കരണം എങ്ങനെയായിരിക്കണം? മാത്രമല്ല ഡൽഹിയിലെ ഇപ്പോൾ അച്ഛൻ്റെ മിനിസ്ട്രി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഡൽഹിയിൽ ഞാനായിരിക്കുന്ന മിനിസ്ട്രി, അതായത് ഞാനിപ്പോൾ ഒരു പ്രോവിൻസിനെ മുഴുവൻ ലീഡ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ കീഴിലേറെ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. 12 സംസ്ഥാനങ്ങളിലായിട്ട് നമ്മുടെ അച്ഛന്മാർ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ അതിനെ മുഴുവൻ ഒന്ന് ഗൈഡ് ചെയ്യുക, ആധ്യാത്മികമായിട്ട് ഒന്ന് നിയന്ത്രിക്കുക, സ്നേഹപൂർവ്വം വഴി കാണിച്ചു കൊടുക്കുക, അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മിനിസ്ട്രി. പക്ഷേ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ, പ്രത്യേകിച്ച് അടുത്ത 10-15 വർഷങ്ങളൊക്കെ നമ്മൾ ഇതുവരെ അനുഭവിച്ച രീതിയിലായിരിക്കത്തില്ല ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക്. പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിൽ മാറുകയാണ്. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പോൾ മുതൽ ആ മാറ്റങ്ങൾ ടാഞ്ചിബിളായി, അതായത് നമുക്ക് കാണാൻ പറ്റി തുടങ്ങി വളരെ കൃത്യമായിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മതങ്ങൾ തമ്മിലുള്ള പഴയ സ്നേഹബന്ധമോ അതെല്ലാം മാറിയല്ലോ. നമുക്ക് എല്ലായിടത്തും നമ്മൾ ശത്രുതാ മനോഭാവമാണ്, എപ്പോഴും കുറ്റപ്പെടുത്തുന്നു എല്ലായിടത്തും. അപ്പം നമുക്കിനി ആശ്രയിക്കാനുള്ളത് കർത്താവിൻ്റെ വചനത്തെ മാത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ ആ ഒരു വഴിയിലോട്ടാണ് നയിക്കേണ്ടത്. അപ്പോൾ ഇനി സമാധാനം എന്നൊക്കെ പറയുന്ന സംഭവം അത്
ലോകം തരുന്ന സമാധാനമല്ലെന്ന് ഈശോ പറഞ്ഞത് ഇപ്പം നമുക്ക് മനസ്സിലാകും. അതായത് യുദ്ധമില്ലായ്മ അല്ലെങ്കിൽ പ്രശ്നമില്ലായ്മയാണ് സമാധാനം എന്ന് നമ്മൾ ഇനി ഒരിക്കലും ചിന്തിക്കരുത്. പ്രശ്നങ്ങളുടെ നടുക്ക് സമാധാനം, അവൻ തരുന്ന സമാധാനം സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി സുവിശേഷവൽക്കരണത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ആദ്യ നൂറ്റാണ്ടിൽ ശിഷ്യന്മാർ ചെയ്ത സഹനത്തിലേക്ക് അതേ രീതിയിലേക്ക് വരണം. നമ്മൾ അതാണ് അതിൽ നിന്നൊരു പതുക്കെ പതുക്കെ നമ്മൾ കഴിഞ്ഞ 2000 വർഷങ്ങളിൽ പല രീതികളിലൂടെ സഭയെ നയിച്ചു പരിശുദ്ധാത്മാവ്. ഇനി നമ്മൾക്ക് അവസാന കാലഘട്ടങ്ങളിലുള്ളത് പീഡനത്തിൻ്റെ സമയമാണ്. എല്ലാ തരത്തിലുള്ള പീഡനങ്ങളുണ്ടാകും, ഞെരുക്കങ്ങൾ എല്ലാത്തരം ഞെരുക്കം. പക്ഷേ ആ ഞെരുക്കുന്ന സമയത്താണ് നമ്മുടെ മെറ്റിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണോ അത് തിരിച്ചു വരുന്നത്. കാരണം നമ്മളൊന്ന് ഞെക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞെരുക്കുമ്പോൾ ഒരു സ്പോഞ്ച് ഞെക്കിക്കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ളത് വരും. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് ഞെക്കി, അത് കഴിഞ്ഞപ്പം വന്നത് ചീത്ത അല്ലെങ്കിൽ ഒരു മഷി പോലെ കറുത്ത വെള്ളമാണ് പുറത്ത് വന്നത്. കാരണം ഉള്ളിലുള്ള പുറത്ത് വന്നു. വേറൊരു സ്പോഞ്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല വെള്ളം പുറത്ത് വന്നു. അപ്പോൾ ഉള്ളിലുള്ളതെന്തോ അത് പുറത്ത് വരും. ഞെരുക്കങ്ങളാണ് ഉള്ളിലുള്ളത് പുറത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിൽ പ്രത്യേകിച്ച് നവീകരണം ഇത്ര കാലം 50 വർഷം നമ്മൾ കത്തോലിക്ക നവീകരണം ഇവിടെ കേരളത്തിൽ ഇത്രയും ധ്യാന കേന്ദ്രങ്ങൾ, ആത്മീയ ശുശ്രൂഷകൾ ഉയർത്തപ്പെട്ടു. ഇനി വേണ്ടത് പീഡനങ്ങളുടെ സമയത്താണ് നമ്മൾ എന്താണ് സ്വീകരിച്ചത് എന്നുള്ളത് പുറത്തു വരുന്നത്. അല്ലെങ്കിൽ പുറത്ത് പ്രതിസന്ധികളില്ലാത്ത സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, രോഗം മാറി, നന്ദി പറയുന്നു, അങ്ങനെ സാക്ഷ്യപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് സ്വീകരിച്ചു, നമ്മുടെ ഉള്ളിൽ എന്താണുള്ളത്, ഹൃദയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കും. അത് ഞെരുക്കുന്ന സമയത്താണ് പുറത്തു വരിക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടെങ്കിൽ അത് സമാധാനവും സന്തോഷമൊക്കെയാണ്. അത് പീഡന സമയത്ത് പുറത്തു വരണം. എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുക. പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇങ്ങനെ കുറ്റപ്പെടുത്തിയല്ല, അവർക്കെതിരെ യുദ്ധങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജാഥ നയിച്ചും അല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞും പൊളിറ്റിക്കലായിട്ട് ഇതിനെ നേരിടുന്ന അതൊക്കെ രീതികളൊക്കെ മാറണം. ഇനി നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ ക്രിയ ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത് ഏത് പ്രതിസന്ധികളുടെ നടുക്കും വിശ്വാസത്തിൻ്റെ ബോധ്യത്തോടുകൂടി ഈശോയുടെ സഹനത്തിൻ്റെ യോഗ്യതയെ സ്വീകരിക്കാൻ നമുക്ക് കിട്ടുന്ന സഹനങ്ങൾ സ്നേഹപൂർവ്വം ഉപയോഗിച്ച് നന്ദി പറയുക. കൃതജ്ഞതയായിരിക്കണം നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി എന്നൊരു വചനമുണ്ടല്ലോ. അപ്പോൾ നിരന്തരം കൃതജ്ഞത, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറയാൻ പറ്റുക. സന്തോഷം ആരും നഷ്ടപ്പെടുത്തരുത്. അതാണ് ഈശോ പറയുന്നത്. ഞാൻ നിന്നെ വീണ്ടും കാണും, അപ്പോൾ നിൻ്റെ ഹൃദയം സന്തോഷിക്കും. ഈ സന്തോഷം ആരും നിന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഈ സന്തോഷം ഒരു പാർട്ടിയും, ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു മതമോ അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകളോ ഈ സന്തോഷം എടുത്തു കളയരുത്. ആത്യന്തികമായിട്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, അതാരും എടുത്തു കളയരുത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കിട്ടുന്ന സഹനങ്ങളെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അതാണ് ദൈവികമാക്കി പകർത്തണം. അങ്ങനെ സ്നേഹപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മരക്ഷ നടന്നുകൊണ്ടിരിക്കും. ദൈവം എല്ലാ സഹനങ്ങളെ ഉപയോഗിക്കും. എവറി ബിറ്റ് ഓഫ് അവർ സഫറിങ്സ് വിൽ ബി യൂസ്ഡ് ബൈ ദ ലോർഡ്. ഈ പ്രോമിസ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അവൻ എല്ലാ സഹനങ്ങളിലും ഓൾറെഡി ഇറങ്ങിയത്. എന്നിട്ട് ആ സഹനങ്ങളിലെല്ലാം അവൻ ഇൻവെസ്റ്റ് ചെയ്തു. തൻ്റെ രക്തത്തിൻ്റെ യോഗ്യത, രക്ഷ ഇൻവെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സഹനങ്ങൾ, പീഡകൾ, അതെന്തുമായിക്കോട്ടെ, അതിനെ രക്ഷാകരമാക്കി പകർത്തുക. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് പണിഷ്മെൻറ്റ് വിൽ ബിക്കം ഇൻസ്ട്രുമെൻ്റ് ഓഫ് സാൽവേഷൻ എന്നാണ്. പുതിയ നിയമത്തിൻ്റെ രത്നച്ചുരുക്കം അതാണ്. എന്തെല്ലാം സാധനങ്ങൾ കിട്ടുന്നോ, നമ്മളെ പീഡിപ്പിക്കുന്ന എന്തെല്ലാം സാധനമുണ്ടോ അതെല്ലാം യേശുക്രിസ്തുവിൽ നമുക്ക് രക്ഷയായിട്ട് മാറും. അനേകർക്ക്, നമുക്ക് മാത്രമല്ല അനേകർക്ക് രക്ഷയായിട്ട് മാറും. അതുകൊണ്ടാണല്ലോ സ്തെഫാനോസ് കല്ലെറിയപ്പെട്ടപ്പോൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയുകയും എല്ലാവരോടും ക്ഷമിക്കുകയും ചെയ്ത സമയത്ത് അവൻ കാണുന്നത് സ്വർഗം തുറക്കപ്പെടുകയും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നതാണ്. എഴുന്നേറ്റ് നിൽക്കുന്നത് അത് വലിയൊരു സ്വീകരണമാണ്, സ്റ്റാൻഡിങ് ഒവേഷനാണ്. അതായത് സഹനം സ്നേഹപൂർവ്വം എടുക്കുന്ന ഒരു ഉപദേശി ലോകത്തിൽ കല്ലേറ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്നേഹപൂർവ്വം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തി ദൈവത്തിലേക്ക് നോക്കുന്നു. ആ സമയത്ത് ഈശോ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. അതൊരു സ്വാഗതമാണല്ലോ. സ്വർഗത്തിലേക്ക് ഒരു സ്റ്റാൻഡിങ് ഒരു വെൽക്കമാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമുക്ക് ആത്യന്തികമായിട്ടുള്ളത്. ഒരു സ്നേഹപൂർവ്വം കുരിശെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എല്ലാവരും മാറണം. ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.